അല്പസമയം മുമ്പ് വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു ഈ വയനാട് ഗേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പരിസരത്ത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ. കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ ഈ വാഹനങ്ങൾ പൂർണ്ണമായും തടയുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. വിരലെണ്ണാവുന്ന പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 10ഓളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ഈ വാഹനങ്ങൾ തടയുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിലാണ് ഈ പോലീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. പോലീസ് ഈ പ്രതിഷേധക്കാരെ തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ജീപ്പിന്റെ ഒരു ഭാഗത്തേക്ക് പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റി. അതിനുശേഷം ഓരോരുത്തരെയായി പിടികൂടി നേരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നൊരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പോലീസിന്. വാഹന ഗതാഗതം അല്പസമയം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേസമയം പല സംഘടനകളും, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ ഹർത്താലുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുമുണ്ട്. അതോടൊപ്പം മറ്റ് വ്യാപാരി സംഘടനകളും ഈ ഹർത്താലുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഇന്ന് രാവിലെ സർവീസ് നടത്തുന്നില്ല, പക്ഷേ KSRTC ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അന്തർജില്ലാ സർവീസുകളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സ്വകാര്യ ബസ്സുകളുടെ സർവീസ് കാണുന്നില്ല. എന്തായാലും പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരാനുള്ള നിലപാടാണ് UDF പ്രവർത്തകർ എടുത്തിരിക്കുന്നത്. കടകൾ തുറക്കാൻ അനുവദിക്കില്ല, വാഹനം തടയുമെന്നുൾപ്പെടെയുള്ള പ്രഖ്യാപനം അവർ നടത്തിയതുമാണ്. അവശ്യ സർവീസുകളെ മാത്രമാണ് ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റെല്ലാം തടയുമെന്നുള്ള തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രീകരിച്ച പ്രകടനം ഇന്ന് കൽപ്പറ്റയിലടക്കം ഇന്ന് നടക്കുന്നുണ്ട്. നിലവിൽ സ്ഥിതി ശാന്തമാണ്. കാരണം പൂർണ്ണമായും പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.